ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം വലിയൊരു ലെങ്തി വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ഒന്ന് കളർ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ വെച്ച് എന്തുകൊണ്ട് ഒരു വീഡിയോ എടുത്തുവിടാണ്. അപ്പം ഞാൻ ഇന്ന് കളർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ്. അതായത് ലോറിയൽ പാരീസിൻ്റെ ഷെയ്ഡ് 401 പ്രൊഫൗണ്ട് ബ്രൗൺ എന്ന ഷെയ്ഡാണ്. അപ്പോൾ എൻ്റെ മുടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് പ്രോട്ടീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് മുൻപ് ഒന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളർ കുറച്ച് അൺഈവൻ ആയിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഒരു ഗോൾഡൻ ഷെയ്ഡാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് വലിയ ഭംഗിക്കല്ല കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആക്കിയാൽ എന്താണെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കണ്ടോ, കുറച്ച് ഭാഗത്ത് കുറച്ച് ഹൈലൈറ്റിംഗ് പോലെ കിടപ്പുണ്ട്. പക്ഷേ ഇത് വലിയ ഭംഗിക്കല്ല കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫുള്ള് ഹെയർ കുറച്ചൊന്ന് ഡാർക്ക് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഷെയ്ഡാകുമ്പോൾ കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിരിക്കും. അപ്പം ഞാനിത് ചെയ്യുന്നത് കാണിച്ചു തരാം. പൊതുവേ ബാക്കിയുള്ള എല്ലാ ഹെയർ കളറിനെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോറിയലിൻ്റെ ബ്രാൻഡ് നല്ലതാണ് പൊതുവേ. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രീക്സ്, ഞാൻ ഇതിന് മുൻപ് ഒരുപാട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട് സ്ട്രീക്സിൻ്റെത്. അപ്പോൾ ഈ ലോറിയലിൻ്റെ കുറച്ചുകൂടി ഹെയറിനെ അധികം ഡാമേജ് ആക്കാതെ നമുക്ക് നല്ലൊരു കളർ ഷെയ്ഡ് തന്നെ തരും. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഞാനിതിവിടെ ലുലുവിൽ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങാൻ നേരത്തെ ഇന്ന് ഒരു 38 ദിറംസ് ആയിരുന്നു. 38 ദിറംസ് എന്ന് പറയുമ്പോൾ നാട്ടിലത്തെ ഒരു 880 രൂപ ആയിട്ടുണ്ട്. നാട്ടിലെ റേറ്റ് കമ്പാരിറ്റീവ്ലി ഇതിലും കുറച്ചുകൂടി കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്, ആമസോണിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഷെയ്ഡ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ വാങ്ങാമല്ലോ. അപ്പോൾ അതിനകത്ത് ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ ഒരു ഡെവലപ്പർ ഉണ്ട്, പിന്നെ അതുകൂടാതെ ഈ ഒരു കളർ ആൻഡ് ക്രീം ഉണ്ട്. ഇതെടുത്ത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് ഇത് ഷേക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ എൻഡിലുള്ള ഈ ഒരു നോബ് മാറ്റിയിട്ട് ഈ ഒരു സാധനം ആഡ് ചെയ്തിട്ട് നമ്മൾ ഹെയറിലേക്ക് നേരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം അതൊരു 40 മിനിറ്റ്സ് എല്ലാം കഴിയാൻ നേരത്ത് ഈ ഒരു ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയാം. അത് കഴിഞ്ഞതിന് ശേഷം ഈ മാസ്ക് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ്സോളം വെച്ചിട്ട് അതും വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു ഗ്ലൗസിൻ്റെ ഈ ഒരു പെയർ ഓഫ് ഗ്ലൗസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയറിലൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെയും കളറാവും. പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിൻ്റെ ഈ ഭാഗങ്ങളിലൊക്കെ കുറച്ച് വാസ്ലിൻ, ഏതെങ്കിലും പെട്രോളിയം ജെല്ലി ഉണ്ടെങ്കിൽ അത് കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോൾ ഇത് നിങ്ങളുടെ ഫേസിൽ എവിടെയെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ കളറ് ഫേസിൽ ആവാതെ സൂക്ഷിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ചിലപ്പോൾ കളർ ആവാൻ കുറച്ച് പാച്ചസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഇറങ്ങുകൊണ്ട് വാസ്ലിൻ അതിന് മുൻപ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായി അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കോംബ് യൂസ് ചെയ്തിട്ട് ഒരു ഫുള്ളായിട്ട് എല്ലായിടത്തേക്കും ഈവൺ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25-30 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് വരെ മാക്സിമം നമുക്ക് വയ്ക്കാം. അതിനുശേഷം ഇതിൻ്റെ ഷാമ്പൂ കൊണ്ട് വാഷ് ചെയ്ത് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് ഒരു ഹെയർ മാസ്ക് തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയണം. സോ ഇതാണ് നമ്മളുടെ റിസൾട്ട്. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടി ബ്രൗൺ ആണ്, പക്ഷേ കുറച്ച് ഒരു ഡാർക്ക് ടോണിലുള്ള ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ വെയിലത്തേക്ക് സൺലൈറ്റിൽ നോക്കാൻ നേരത്തെ സൺലൈറ്റിൽ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷെ സൺലൈറ്റിൽ നോക്കാൻ നേരത്തെ കുറച്ചുകൂടി ബ്രൗൺ നല്ലപോലെ എടുത്തറിയുന്നുണ്ട്. ഒരു വളരെ ലൈറ്റ് ഒരു ബ്രൗണേ വരുന്നുള്ളൂ. നിങ്ങൾ ഒരു കംപ്ലീറ്റ് ബ്രൗൺ ആണ് എക്സ്പെക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് പോകരുത്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഇത് ഭയങ്കര സിൽക്കി ആയിട്ടാണ് ഹെയർ കിടക്കുന്നത്. അതുകൂടാതെ ഹെയറിനെ ഡ്രൈ ആക്കുക. സാധാരണ നമ്മൾ കളർ ചെയ്യുമ്പോൾ ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് പോകുമ്പോൾ കുറച്ച് ഹെയറിനെ ഒന്ന് കട്ടിയാക്കി അതിനൊരു ഡ്രൈ ആക്കണ ഒരു പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. ഇത് നോക്ക്, നിങ്ങൾക്ക് എൻ്റെ ഹെയറിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എന്താ, അതൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വാഷ് ചെയ്തു, ഹെയർ ഡ്രൈ ലൈക്ക് ബ്ലോ ഡ്രയർ പോലെയല്ല ചെയ്തത്. സാധാരണ നമ്മൾ ഫാനും നാച്ചുറൽ ആയിട്ട് തന്നെ ഉണങ്ങി കിട്ടിയതാണ്. കണ്ടോ, ഇതാണ് എനിക്ക് കിട്ടിയ കളറ്. ഞാനിതിൽ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഞാൻ ഇങ്ങനത്തെ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് തന്നെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ഇനി ഹെയർ കളറിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഹെയറിനെ കളർ ചെയ്യുമ്പോൾ ഉള്ള ഡിഫക്ട്സും കളർ ചെയ്യാതെയുള്ള ഡിഫക്ട്സും ആയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. സോ ഇതാണ് റിസൾട്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഓൾ, ബൈ.